ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞ രാത്രി നമ്മളെ സംരക്ഷിച്ച് ഒരു ദിവസം കൂടി കാണാൻ നമ്മളെ അനുവദിച്ച ഈ പ്രഭാതത്തിൽ നമ്മളെ വിളിച്ചുണർത്തിയ നമ്മുടെ സ്നേഹരാജനായ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞ ഹൃദയത്തോടു കൂടി സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാം. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ആ തിരുരക്തവും തിരുജലവും നമ്മുടെ ജീവിത മേഖലകളിലേക്ക്, നമ്മുടെ ജോലി മേഖലകളിലേക്ക്, തടസ്സങ്ങളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന വ്യക്തികളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു അഭിഷേകമായി വ്യാപരിക്കുവാൻ ഈ തിരുവചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് ആ പരിശുദ്ധ കുർബാന എന്ന തീക്കട്ടയിലൂടെ ഒഴുകുന്ന കാരുണ്യ സ്രോതസ്സായ ഈശോയുടെ സ്നേഹം വെറുമൊരു ഗോതമ്പ് അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്താൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി, ആ കാരുണ്യം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തെ നിറഞ്ഞ് അഭിഷേകവും അനുഗ്രഹവും നിറഞ്ഞ നല്ല ജീവിതത്തിന്റെ ഉടമകളാകുവാൻ സന്തോഷത്തോടുകൂടി ഈ തിരുവചനം നമ്മളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ ഈ വചനം ഒരു അഭിഷേകമായി, ഒരു അഗ്നിയായി, ഒരു കൊടുങ്കാറ്റായി നമ്മളെല്ലാവരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.